നമ്മുടെ ലുക്കിനെ ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% പറയാം അത് ഹെയർ സ്റ്റൈലാണെന്ന്. നമ്മുടെ ലുക്കിനെ ബോറാക്കാനും ഹെയർ സ്റ്റൈലിന് സാധിക്കും. അതായത് നമ്മുടെ ഫേസ് ഷേപ്പിന് ചേരുന്ന ഒരു ഹെയർ കട്ട് അടിക്കുകയാണെങ്കിൽ നമ്മുടെ ലുക്ക് തന്നെ മാറി നമ്മളൊരു വേറെ ലുക്കിലേക്ക് കൊണ്ടുപോകും. ഫേസ് ഷേപ്പിന് ചേരാത്ത ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലുക്ക് ബോറാകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഡിഫറൻറ്റ് ഫേസ് ഷേപ്പിന് പറ്റിയ അട്രാക്റ്റീവ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ആണ് ഞാൻ പറയുന്നത്. എല്ലാത്തരം ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്കുമുള്ള ഹെയർ സ്റ്റൈൽസ് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഇതുപോലത്തെ മെൻസിൻ്റെ അട്രാക്റ്റീവ് ആൻഡ് ഗ്ലോ അപ്പ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ഇടയിൽ പലതരം ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും. എത്ര തരം ഫേസ് ഷേപ്പ് ഉണ്ടെന്ന് ആദ്യം നോക്കാം. റൗണ്ട്, ഓവൽ, സ്ക്വയർ, ഡയമണ്ട്, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ. ഈ 6 ഫേസ് ഷേപ്പാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ ഈ 6 ഫേസ് ഷേപ്പിന് പറ്റിയ ഹെയർ സ്റ്റൈൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ റൗണ്ട് ഫേസ് ഷേപ്പിൻ്റെ നോക്കാം. റൗണ്ട് ഫേസ് ഷേപ്പിന് പറ്റിയ 4 ഹെയർ സ്റ്റൈൽസ് പറയാം. ഒന്നാമതായിട്ട് വരുന്നതാണ് ലോ ഫെയ്ഡ്, രണ്ടാമതായിട്ട് സൈഡ് പാർട്ട്, മൂന്നാമതായിട്ട് അണ്ടർ കട്ട്, നാലാമതായിട്ട് ക്വിഫ്. ലോ ഫെയ്ഡ് എന്നുള്ളത് നല്ലൊരു ഫെയ്ഡ് ഹെയർ സ്റ്റൈലാണ്. ടീനേജ് ആയിട്ടുള്ളവർക്ക് തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ് ലോ ഫെയ്ഡ് എന്നുള്ളത്. ലോ ഫെയ്ഡിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. സൈഡ് പാർട്ട് ഒരു കിടിലൻ ഹെയർ സ്റ്റൈലാണ്. മുകളിലത്തെ മുടിക്ക് ഒരു 4 അല്ലെങ്കിൽ 5 ഇഞ്ച് നീളവും സൈഡും ബാക്കും 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് നീളത്തിലാക്കി വെക്കാവുന്നതാണ്. മുകളിലത്തെ 80% മുടിയും ഒരു സൈഡിലേക്ക് കിടക്കണം, ബാക്കി 20% ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിടക്കണം. അണ്ടർ കട്ട് എന്നുള്ളത് നമ്മുടെ മിലിറ്ററി കട്ട് എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്ന ഹെയർ സ്റ്റൈലാണ്. സൈഡ് നല്ലതുപോലെ വെളുപ്പിച്ചെടുക്കുന്നതിനാണ് അണ്ടർ കട്ട് എന്ന് പറയുന്നത്. മുകളിലത്തെ മുടി നിങ്ങളുടെ ഇഷ്ടത്തിന് കൊണ്ടുവരാവുന്നതാണ്. ക്യൂഫ് ഹെയർ കട്ട് എന്നുള്ളത് സൈഡ് നല്ലതുപോലെ എടുക്കും. മുകളിലത്തെ മുടി മുമ്പിലേക്ക് വെച്ച ശേഷം മുമ്പിലത്തെ മുടി ടോപ്പിലേക്ക് പൊക്കി നിർത്തും. അപ്പോൾ ഈ 4 ഹെയർ സ്റ്റൈൽസും റൗണ്ട് ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത ഫേസ് ഷേപ്പാണ് ഓവൽ ഫേസ് ഷേപ്പ്. ഇതിന് 4 ഹെയർ സ്റ്റൈൽസാണ് പറയുന്നത്. ഒന്നാമതായിട്ട് വരുന്നതാണ് ഫ്രിഞ്ച് അപ്പ്, രണ്ടാമതായിട്ട് സ്ലിക്ക് ബാക്ക്, മൂന്നാമതായിട്ട് സൈഡ് പാർട്ട് ഷോർട്ട്, നാലാമതായിട്ട് ക്ലാസിക് മുള്ളറ്റ്. ഫ്രിഞ്ച് അപ്പ് എന്നുള്ളത് മെസ്സി ഹെയർ ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സൈഡ് ഫെയ്ഡാക്കി എടുത്തതിന് ശേഷം മുകളിലത്തെ മുടി മുമ്പിലേക്ക് ഇടും. മുകളിലത്തെ മുടി വളരെ ഷോർട്ടായിരിക്കും. സ്ലിക്ക് ബാക്കിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. സൈഡ് പാർട്ട് ഷോർട്ട് എന്നുള്ളത് മുകളിലത്തെ മുടിക്ക് ഒരു 3 അല്ലെങ്കിൽ 4 ഇഞ്ച് നീളമാക്കാം. സൈഡിലെ മുടി 1 ഇഞ്ച് നീളമാക്കാവുന്നതാണ്. മുകളിലത്തെ മുടിക്ക് ഓവർ നീളം ഉണ്ടായിരിക്കരുത്, ഒരു മീഡിയം നീളമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ക്ലാസിക് മുള്ളറ്റ് ലോങ് ഹെയർ ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സൈഡ് 7 പോലെ എടുത്തതിന് ശേഷം മുമ്പിലും ബാക്കിലും ലോങ് ഹെയർ ആക്കാവുന്നതാണ്. അപ്പോൾ ഈ 4 ഹെയർ സ്റ്റൈൽസും ഓവൽ ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് സ്ക്വയർ ഫേസ് ഷേപ്പ്. ഇതിന് 4 ഹെയർ സ്റ്റൈൽസാണ് പറയുന്നത്. ഒന്നാമതായിട്ട് വരുന്നതിൻ്റെ ബസ് കട്ട്, രണ്ടാമതായിട്ട് അണ്ടർ കട്ട്, മൂന്നാമതായിട്ട് സ്ലിക്ക് ബാക്ക് സൈഡ് പാർട്ട്, നാലാമതായിട്ട് മിഡ് ഫെയ്ഡ്. ബസ് കട്ടിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. അണ്ടർ കട്ട് നമ്മൾ റൗണ്ട് ഫേസ് ഷേപ്പിൻ്റെ കൂടെ പറഞ്ഞതാണ്. സ്ലിക്ക് ബാക്കിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. മിഡ് ഫെയ്ഡ് എന്നുള്ളത് ലോ ഫെയ്ഡ് പോലെ തന്നെ കുറച്ചും കൂടെ സൈഡും ബാക്കും കയറ്റി ഫെയ്ഡാക്കി എടുക്കുന്നതിനാണ് മിഡ് ഫെയ്ഡ് എന്ന് പറയുന്നത്. മുകൾ ഭാഗത്തെ നീളം നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 4 ഹെയർ സ്റ്റൈൽസും സ്ക്വയർ ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നതാണ് ഡയമണ്ട് ഫേസ് ഷേപ്പ്. ഇതിനും 4 ഹെയർ സ്റ്റൈൽസാണ് പറയുന്നത്. ഒന്നാമതായിട്ട് വരുന്നതാണ് മിഡിൽ പാർട്ട്, രണ്ടാമതായിട്ട് വൂൾഫ് കട്ട്, മൂന്നാമതായിട്ട് ക്യുഫ്, നാലാമതായിട്ട് മെസ്സി ഫ്രിഞ്ച്. മിഡിൽ പാർട്ടിൻ്റെയും വൂൾഫ് കട്ടിൻ്റെയും ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുള്ള ഈ വീഡിയോയിൽ പറയുന്ന ഹെയർ സ്റ്റൈൽസിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്കൗട്ട് ചെയ്യുക. ക്യുഫ് ഹെയർ കട്ടിൻ്റെ കാര്യം നമ്മൾ റൗണ്ട് ഫേസ് ഷേപ്പിൽ പറഞ്ഞതാണ്. മെസ്സി ഫ്രിഞ്ച് മെസ്സീവ് ആയിട്ടുള്ള മുടിയുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു കിടിലൻ ഹെയർ സ്റ്റൈലാണ്. നെറ്റ് കെയറിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ ആക്കുന്നതോടൊപ്പം അത് ഹൈഡായി കിട്ടും. അപ്പോൾ ഈ 4 ഹെയർ സ്റ്റൈൽസും ഡയമണ്ട് ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്ത ഫേസ് ഷേപ്പാണ് ട്രയാങ്കിൾ എന്നുള്ളത്. ഇതിന് 4 ഹെയർ സ്റ്റൈൽസാണുള്ളത്. ഒന്നാമതായിട്ട് വരുന്നതാണ് വേവി മുള്ളറ്റ്, രണ്ടാമതായിട്ട് സ്ലിക്ക് ബാക്ക്, മൂന്നാമതായിട്ട് സൈഡ് പാർട്ട്, നാലാമതായിട്ട് ബസ്റ്റ് ഫെയ്ഡ്. വേവി മുള്ളറ്റ് ഒരു കിടിലൻ ഹെയർ സ്റ്റൈലാണ്. കേരള ആയിട്ടുള്ളവർക്കും മെസ്സിവ് ആയിട്ടുള്ളവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. സ്ലിക്ക് ബാക്കും സൈഡ് പാർട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബസ്റ്റേഡ് ഫെയ്ഡ് മെസ്സിവ് ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്. സൈഡിലെ മുടി C ഷേപ്പ് പോലെ ബാക്കിലേക്ക് ആക്കിയെടുക്കും. അപ്പോൾ ഈ 4 ഹെയർ സ്റ്റൈൽസും ട്രയാങ്കിൾ ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അവസാനത്തെ ഫേസ് ഷേപ്പാണ് റെക്റ്റാങ്കിൾ ഫേസ് ഷേപ്പ്. ഇതിനും 4 ഹെയർ സ്റ്റൈൽസാണ് പറയുന്നത്. ഒന്നാമതായിട്ട് വരുന്നതാണ് ബസ് കട്ട്, രണ്ടാമതായിട്ട് ഹൈ ഫെയ്ഡ്, മൂന്നാമതായിട്ട് ഫ്രഞ്ച് ക്രോപ്പ്, നാലാമതായിട്ട് സൈഡ് പാർട്ട്. ബസ് കട്ടിൻ്റെയും സൈഡ് പാർട്ടിൻ്റെയും കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഫ്രഞ്ച് ക്രോപ്പ് ഒരു കിടിലൻ ലോ മെയിൻ്റെനൻസ് വരുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ടീനേജ് ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഹൈ ഫെയ്ഡ് എന്നുള്ളത് ഫ്രിഞ്ച് ക്രോപ്പ് പോലെ തന്നെ സൈഡിലെ മുടി ഫെയ്ഡാക്കി എടുക്കും. ഹൈ ഫെയ്ഡിന് മുമ്പിലത്തെ മുടിക്ക് കുറച്ച് നീളം കൂടുതലുണ്ടായിരിക്കും. അധികം നീളം ഉണ്ടായിരിക്കില്ല, ഒരു 3 ഇഞ്ച് നീളം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 6 ഫേസ് ഷേപ്പിൽ ഓരോ ഫേസ് ഷേപ്പിനും ചേരുന്ന രീതിയിലുള്ള 4 ഹെയർ സ്റ്റൈൽസ് വീതമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടെ പറയാം. ഈ 4 ഹെയർ സ്റ്റൈൽസ് മാത്രമല്ല, ഒരുപാട് ഹെയർ സ്റ്റൈൽസുകൾ വേറെ ഇതുമുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. നിങ്ങളുടെ ഫേസ് ഷേപ്പിന് പറ്റിയ ഹെയർ സ്റ്റൈൽ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. 100% നിങ്ങൾക്ക് സെറ്റാകുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ലുക്കിനെ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹെയർ സ്റ്റൈൽസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അട്രാക്റ്റീവ് ആൻഡ് ഗ്ലോ അപ്പ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.